ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ പുതിയൊരു പ്രമോ വീഡിയോയിലേക്ക് സ്വാഗതം. പ്രമോയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രയുടെ പണം നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ചന്ദ്ര ആകെ ദേഷ്യത്തിലാണല്ലേ. അതുകൊണ്ട് തന്നെയാണ് രേവതിനെ കുറ്റക്കാരിയാക്കുന്നതും. എന്നാൽ സത്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ സച്ചി വീട്ടിലേക്ക് വന്നതിന് ശേഷം ഈ ഒരു പണം ബാമാൻ്റിയുടേതല്ല, അമ്മയുടേതാണ്. അതുകൊണ്ട് തന്നെ അമ്മ രേവതി ചെയ്തതിന് അമ്മ രേവതിയുടെ ക്ഷമ ചോദിക്കണമെന്നൊക്കെ പറയുന്ന സമയത്ത് രവിയും അത് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. കൂടുതൽ തന്നെ സച്ചി പറയുന്നുണ്ട്, എൻ്റെ രേവതിയെ കളിയാക്കിയതല്ല, അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഈ ഒരു മോഷണം നടത്തിയത് ആരാണെന്ന് കണ്ടുപിടിക്കണമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതിയാകെ പെട്ട അവസ്ഥയിലായി പോകുന്നുണ്ടല്ലേ. അങ്ങനെ പിറ്റേന്ന് നേരം പുലരുമ്പോൾ തന്നെ ശ്രുതി ബാമയെ പോയി കാണാനായിട്ട് ഒരുങ്ങാട്ടോ. പോകുന്നതിന് മുന്നേ തന്നെ മീരയോടായിട്ട് പറയുന്നുണ്ട്, ഈ ഒരു പണം കാണാതായതിൽ തുടർന്ന് ചിലപ്പോൾ ചന്ദ്രന് മിണ്ടാതിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അവർ ഈ പണത്തിന് പിന്നാലെ പോയി പ്രശ്നം കൂടുതൽ ഗുരുതരമാക്കി. എന്തായാലും ഇതിനൊരു പോംവഴി കണ്ടെത്തിയേ മതിയാവും എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ സ്വർണ്ണമാല പണയം വെച്ചതിന് ശേഷം ബാമയുടെ കൈകളിലേക്കായിട്ട് ഏൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ ഒരു 2 ലക്ഷത്തിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നം വീട്ടിലുണ്ടാകുന്നുണ്ട്. അതെല്ലാം മാറണമെന്നാണെങ്കിൽ ഈ ഒരു 2 ലക്ഷം ഇവിടെ നിന്ന് തന്നെ കിട്ടിയെന്ന് ചന്ദ്രനെ വിളിച്ച് പറയണം, പ്രശ്നം എങ്ങനെ ഒത്തുതീർപ്പാക്കണമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും മാമയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. മാമ ചന്ദ്രയെ വിളിച്ചിട്ട് ഈ ഒരു പണം കിട്ടിയെന്നൊക്കെ പറയുമ്പോഴത്തേക്കും കൂടുതൽ എല്ലാവരും ഉണ്ടോ, സച്ചി രവതി എല്ലാവരും ഉണ്ടാവും കേട്ടോ. രവിയോടായിട്ട് ചന്ദ്ര പറയുന്നുണ്ട്, രവിയേട്ട പണം കിട്ടിയെന്നാണ് പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും രവിക്കും ആശ്വാസമാവുന്നുണ്ട്. ആ ഒരു സമയം തന്നെയാണ് ശ്രുതി ചന്ദ്ര സച്ചിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് 5 ലക്ഷം രൂപയിൽ 3 ലക്ഷം രൂപ ഒപ്പിച്ചുകൊണ്ടേ കൊടുക്കുന്നതായിട്ട്. അപ്പോൾ ഇത്രയൊക്കെ പ്രമോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.